ഇതെൻ്റെ കയ്യിലൊരു ആന്തൂര്യത്തിൻ്റെ വൈറ്റ് കളർ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടി പൊട്ടി അതിൻ്റെ പുതിയ തൈകൾ വരും. ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേക്ക് ഒരുപാട് ഉയർന്നു വന്നപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വേരുകൾ വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അതായത് നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചട്ടീൻ്റെ ഷേപ്പിൽ തന്നെ അതിൻ്റെ വേരുകൾ ഇങ്ങനെ ചുറ്റി പണിഞ്ഞ് കിടക്കില്ല. അപ്പോൾ അങ്ങനെ കിടക്കാൻ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഒരുപാടായപ്പം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും പുതിയ തൈകളൊക്കെ പൊട്ടി വന്ന് ഒരുപാട് തൈകളായിട്ട് ഇപ്പോൾ നിറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്നും പൂക്കളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല വലിയ ഇലകളൊക്കെ ആയിട്ട് വന്ന പ്ലാന്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ വന്നതിന് ശേഷം ചെറിയ ഇലകളായി മിനിയേച്ചർ ആന്തൂരം എങ്ങനെയായിരിക്കും അതുപോലെ ആട്ടപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒരു 10 പ്ലാന്റെങ്കിലും ഉണ്ടാവും. 2 പ്ലാന്റ് ആയിരുന്നു. അതിൻ്റെ കടഭാഗത്ത് ഇപ്പോൾ ഒരുപാട് തൈകൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിലിനിയിപ്പോൾ നമ്മൾ DAP ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവറൊക്കെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണൊന്നും ഇല്ലാണ്ടും നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്.